ഹേ ഗായ്സ്, ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ്. ഇന്നലെ ഈവനിങ് ഞങ്ങൾ കൽപ്പത്തി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. കളക്ഷനൊക്കെ അത്യാവശ്യം ഉണ്ട്. എന്നാലും അത്ര വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓരോ വീഡിയോസിലൂടെ നമുക്ക് കാണാം എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം തന്നെ ഇതാ ഈ ലോട്ടസിന്റെ ഒരു മാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലാക്കും ഒരു റെഡും. അത് അമ്മയ്ക്ക് ഭയങ്കര അങ്ങോട്ട് ബോധിച്ചു. പിന്നെ അപ്പുറത്ത് കുപ്പിവള ഉണ്ടായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ കുപ്പിവള ഭയങ്കര ക്രേസാണ്. ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. ഞാൻ അധികം ഇടില്ല, എന്നാലും ഭയങ്കര ക്രേസാണ്. കണ്ടു കഴിഞ്ഞ് വെച്ചാൽ അപ്പം എനിക്കത് വേണം. അപ്പം ഞാനൊരു ബ്ലാക്കിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിക്ക് വേണോ വേണ്ടേന്ന് പറഞ്ഞതാണ്. പിന്നെ അമ്മ എടുത്തോളാൻ പറഞ്ഞപ്പോൾ ആൾക്ക് റെഡ് മതി എന്ന് പറഞ്ഞിട്ട് അവൾ റെഡ് എടുക്കണ്ടായിരുന്നു. അവള് കയ്യിലിടുന്ന സമയത്ത് അമ്മമ്മ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവളോട്. പക്ഷെ അവൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമല്ലേ കുപ്പിവള ഇടുന്നത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സൗണ്ടും ആ ഒരു ഭംഗി. കുപ്പിവള ഇടുന്ന ഭംഗി വേറെ ഏത് വള ഇട്ടാലും കിട്ടില്ല. അമ്മമ്മ ചിന്നുവിന്റെ വള വാങ്ങിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്താ പറഞ്ഞ എന്തോ പറഞ്ഞ മോട്ടിവേറ്റ് ചെയ്ത് ആ അമ്മമ്മ കാര്യമായിട്ട് എന്തോ പറഞ്ഞു. പക്ഷെ അത് അവൾക്ക് മനസ്സിലായില്ല അന്ന്. പിന്നെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് എനിക്കത് ക്ലിയർ ആയിട്ട് കേട്ടൂല. പിന്നെ ഒരു വാച്ച് നോക്കി, ബട്ട് അതെന്റെ കൈക്ക് ഭയങ്കര വലുതായിരുന്നു. അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് ക്ലിക്കായില്ല. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അമ്മ വേണോന്ന് ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ എടുത്തു, ഇല്ലെങ്കിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ വേണം. ഞാൻ തുണി എടുത്തിട്ടുണ്ട്. വാങ്ങിച്ചു തരുമോ അത്? പിന്നെ ചിന്നുവിന്റെ ഫ്രണ്ടിന് റിങ്ങോ ബ്രേസ്ലെറ്റോ എന്താ വാങ്ങണം പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവള് കുറെ അവിടുത്തെ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ കേൾക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവസാനം അവളൊരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പ്ലസിന്റെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മൽ വെക്കാൻ പോയി. ഞങ്ങൾ നേരത്തെ മാല മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇവിടെ ഞങ്ങൾ കമ്മൽ നോക്കി. ഞാൻ ദാ കാണുന്ന സിൽവർ റിങ് ചുമക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി ഒരു ടെമ്പിൾ ഇയർ റിങ്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച റിങ്ങിന് 100 സംതിങ് എന്തോ ഉണ്ട്. അനിയത്തി വാങ്ങിച്ചതിന് 120 എന്തോ ആണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്റ്റഡും ചെറിയ ചെറിയ കമ്മലുകൾ അവൾക്ക് സ്കൂളിൽ പോകുമ്പോഴും, ഞാൻ പിന്നെ കോളേജിൽ പോകുമ്പോൾ കമ്മലിടാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ അവള് കമ്മൽ കണ്ടപ്പോൾ അവിടെ നിന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടാവാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്കും അനിയത്തിക്കും കൂടിയിട്ട് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും വാങ്ങിച്ചു കൊടുത്തു. മാങ്ങ കൊള്ളായിരുന്നു. പൈനാപ്പിൾ ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പിന്നെ അതൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ നടന്ന് പിന്നെയും മാല നോക്കാൻ വേണ്ടി നിന്നു. എവിടെ നോക്കിയാലും മാലയും കമ്മലായതുകൊണ്ട് ഓരോ വെറൈറ്റി കാണുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ശിവലിംഗത്തിന്റെ ഒരു കീ ചെയിൻ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് ഭയങ്കര വലുതാണ്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായപ്പോൾ ഞാനത് വാങ്ങിച്ചു. പിന്നെ രുദ്രാക്ഷത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞ് ഐസ്ക്രീമും കഴിച്ചിങ്ങനെ നടക്കുമായിരുന്നു. ബട്ട് അത് അങ്ങോട്ട് ഇഷ്ടമായില്ല. അമ്മ ഐസ്ക്രീം ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ നെയിൽ പോളിഷും കുറേ ലിപ്സ്റ്റിക്കൊക്കെ കണ്ടപ്പോൾ അവൾ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ഐബ്രോ പെൻസിലൊക്കെ എടുത്ത് നോക്കിയിട്ട് അത് ലിപ് ലൈനർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു നെയിൽ പോളിഷ് എടുത്തു. പിന്നെ അമ്മയ്ക്ക് 2-3 ക്ലിപ്പ് വാങ്ങിച്ചു. എനിക്ക് സ്ക്രഞ്ചീസ് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് പോരാ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അലുവ വാങ്ങിക്കാനായിരുന്നു. അവർ കുറേ അലുവയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായിരുന്നു. ഇപ്പം കഴിക്കണ പച്ചമുളകിൻ്റെയാണ്. ഞാൻ പിന്നെ ബ്ലാക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ. എനിക്ക് വേറെ കളർ ഇഷ്ടമല്ല.
ഇപ്പം കഴിച്ചത് എരിവൊന്നും ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത്. ബട്ട് ഞാൻ കഴിച്ചു നോക്കിയില്ല. ഞാൻ ബ്ലാക്ക് ഒരു പീസ് കഴിച്ചു നോക്കി, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. എനിക്ക് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന അലുവ അത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ഞാൻ വേറെ ഒന്നും കഴിക്കില്ല. അവർ പറഞ്ഞതിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് എരിവുണ്ടാവുക, കഴിക്കുന്ന ടൈമിൽ എരിവുണ്ടാവില്ല. എനിക്ക് വേണ്ട. ആ ഓറഞ്ച് വാങ്ങിച്ചോ. ഈ റെഡിനും ബ്ലാക്കിനും എക്സാക്റ്റ് ഒരേ ടേസ്റ്റാണ്, പക്ഷെ വേണ്ട. അത് മടുക്കില്ല, അത് വാങ്ങിച്ചോ. ഇതേതാ ഫ്ലേവർ? ഇതോടെ കൽപ്പാത്തി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് നോക്കി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.